ആധുനിക വ്യോമയുദ്ധങ്ങളിൽ ജയിക്കുന്നത് ആരാദ്യം ശത്രുവിനെ കാണുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കുന്നത് ആകാശത്തെ ആധിപത്യം ആർക്കായിരിക്കുമെന്നാണ്. തങ്ങളുടെ പക്കൽ അദൃശ്യ വിമാനങ്ങളുണ്ടെന്ന് പാശ്ചാത്യ ശക്തികൾ വീരവാദം മുഴക്കുമ്പോൾ വ്ളാഡിമിർ പുടിന്റെ റഷ്യയും പതറാത്ത പോരാട്ട വീര്യവുമായി ഇറാനും പടുത്തുയർത്തുന്നത് ആകാശത്തെ ഏത് ചലനവും പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു അദൃശ്യ വലയമാണ്. ഇവിടെ സാധാരണക്കാർക്ക് മുന്നിൽ അനവധി ചോദ്യങ്ങളുണ്ടാവും. 100 കിലോമീറ്ററിലധികം അകലെ നിന്ന് കണ്ണുകൾക്ക് അദൃശ്യമായ ഭീഷണികളെ പോലും മണത്തറിയാൻ ആധുനിക യുദ്ധവിമാനങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? വെറുമൊരു യന്ത്രമല്ലിത്, മറിച്ച് റഷ്യയുടെ സുഖോയ് വിമാനങ്ങളും ഇറാന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ വിശ്വരൂപമാണ്. ശത്രുവിന്റെ ഒളിപ്പോരുകൾ അവസാനിക്കുന്നത് ഈ അത്യാധുനിക റഡാർ കണ്ണുകൾക്ക് മുന്നിലാണ്. ഇതിനായി റഷ്യയും ഇറാനും വികസിപ്പിച്ചെടുത്ത ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത അറേ റഡാറുകൾ യുദ്ധരംഗത്തെ യഥാർത്ഥ വിപ്ലവമാണ്. ഇലക്ട്രോണിക്കായി സ്കാൻ ചെയ്ത് 150 കിലോമീറ്ററിനപ്പുറമുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ ഈ സംവിധാനത്തിന് സാധിക്കും. ശത്രുവിമാനം വെളിച്ചത്ത് വരുന്നതിന് മുൻപ് തന്നെ പൈലറ്റിന് സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഇത് അവസരമൊരുക്കുന്നുണ്ട്. ഒരു ജെറ്റിന് ചുറ്റും 360 ഡിഗ്രി കവറേജ് നൽകുന്നതിനായി മുന്നോട്ടും വശങ്ങളിലേക്കും പിന്നിലേക്കും നോക്കുന്ന റഡാറുകൾ ഇന്ന് ഈ വിമാനങ്ങളിൽ സജ്ജമാണ്. അതായത് ശത്രു ഏത് ദിശയിൽ നിന്ന് ഒളിച്ചു വന്നാലും റഷ്യൻ പോർവിമാനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. റഡാറുകൾക്ക് പുറമെ ഇൻഫ്രാറെഡ് ക്യാമറകൾ, ഇലക്ട്രോണിക് വാർഫെയർ സെൻസറുകൾ, ഡാറ്റ ലിങ്കുകൾ എന്നിവ സംയോജിപ്പിച്ച് സമഗ്രമായ ഒരു യുദ്ധചിത്രം പൈലറ്റിന് മുന്നിൽ തെളിയും. ജെറ്റിന് ചുറ്റുമുള്ള 6 ഇൻഫ്രാറെഡ് ക്യാമറകൾ തത്സമയ ദൃശ്യങ്ങൾ നൽകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അമേരിക്കൻ വിമാനങ്ങൾ റഡാറുകളെ ജാം ചെയ്യാൻ ശ്രമിച്ചാലും മറ്റ് വിമാനങ്ങളുടെയോ മിസൈലുകളുടെയോ താപ സിഗ്നേച്ചറുകൾ അഥവാ ഹീറ്റ് സിഗ്നേച്ചേഴ്സ് കണ്ടെത്താൻ ഈ സെൻസറുകൾക്ക് കഴിയും. റഷ്യയും ഇറാനും സംയുക്തമായി വികസിപ്പിച്ചെടുക്കുന്ന പല പ്രതിരോധ സംവിധാനങ്ങളിലും ഇത്തരത്തിലുള്ള ഹീറ്റ് സീക്കിംഗ് സാങ്കേതിക വിദ്യ അതിശക്തമാണ്. ഇതിനെ മറികടക്കാൻ ലോകത്തെ ഒരു സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്കും കഴിഞ്ഞിട്ടില്ല. സാങ്കേതിക വിദ്യയുടെ മറ്റൊരു അത്ഭുതം ഡാറ്റ ഫ്യൂഷനാണ്. വിമാനത്തിലെ കമ്പ്യൂട്ടറുകൾ റഡാർ, ഇൻഫ്രാറെഡ്, മറ്റ് സെൻസറുകൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ ഒരൊറ്റ ചിത്രമായി മാറ്റുന്നു. പശ്ചാത്തലത്തിലെ ശബ്ദങ്ങളും തെറ്റായ ലക്ഷ്യങ്ങളും ഫിൽറ്റർ ചെയ്ത് പൈലറ്റിന്റെ ഡിസ്പ്ലേയിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കുന്നു. സ്റ്റെൽത്ത് വിമാനങ്ങൾ റഡാർ പ്രതിഫലനങ്ങൾ കുറയ്ക്കുമെങ്കിലും റഷ്യയുടെ ലോ ഫ്രീക്വൻസി റഡാർ ബാൻഡുകൾക്ക് ഇവയെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ദൂരപരിധിയിൽ ഇത്തരം സ്റ്റെൽത്ത് ലക്ഷ്യങ്ങളെ പോലും ട്രാക്ക് ചെയ്യാൻ നൂതന റഡാറുകൾ പ്രത്യേക തരംഗരൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറാനിയൻ പ്രതിരോധ നിരയിലെ ഗ്രൗണ്ട് റഡാറുകളും വായുവിലൂടെയുള്ള മുൻകൂർ മുന്നറിയിപ്പ് വിമാനങ്ങളും നൽകുന്ന ഡാറ്റ കൂടി ചേരുമ്പോൾ ശത്രുവിനെ ഒളിച്ചിരിക്കാൻ പഴുതുകൾ ഇല്ലാതാകുന്നു. അടുത്ത തലമുറ റഡാറുകളും സെൻസർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യകളും ഈ കണ്ടെത്തൽ ശേഷിയെ ഇനിയും വർദ്ധിപ്പിക്കും. കൃത്യമായ ലക്ഷ്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ വേർതിരിച്ചറിയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി സംയോജിപ്പിക്കുന്നതോടെ റഷ്യൻ ഇറാൻ സഖ്യം ആകാശത്തെ അജയ്യമായ ശക്തിയായി മാറും. ശത്രുവിന്റെ ജാമിംഗ് ശ്രമങ്ങളെ തത്സമയം ചെറുക്കാനും റഡാർ മോഡുകൾ മാറ്റാനും ഈ സെൻസറുകൾ സഹായിക്കുന്നുണ്ട്. ഇത് പൈലറ്റിന് ആക്രമിക്കണോ അതോ ഒഴിഞ്ഞു മാറണോ എന്ന് തീരുമാനിക്കാൻ ആവശ്യമായ സമയം നൽകുകയും ചെയ്യും. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. സാധാരണ സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഉദാഹരണത്തിന് അമേരിക്കയുടെ F-22 അല്ലെങ്കിൽ F-35, അവ റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് പ്രത്യേക ആകൃതി കൊണ്ടും റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പെയിന്റിങ്ങുകൾ ഉപയോഗിച്ചുമാണ്. എന്നാൽ റഷ്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത പ്ലാസ്മ സ്റ്റെൽത്ത് ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. വിമാനത്തിന് ചുറ്റും അയണൈസ്ഡ് വാതകത്തിന്റെ അഥവാ പ്ലാസ്മയുടെ ഒരു പാളി സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ പ്ലാസ്മ പാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശത്രുവിന്റെ റഡാറിൽ നിന്നുള്ള തരംഗങ്ങൾ ഈ പ്ലാസ്മയിൽ തട്ടുമ്പോൾ അവ ഒന്നുകിൽ പൂർണ്ണമായി ആഗിരണം ചെയ്യപ്പെടും, അല്ലെങ്കിൽ വിമാനം അവിടെ ഇല്ലെന്ന തരത്തിൽ വഴിതിരിച്ച് വിടപ്പെടും. ഫലത്തിൽ ഒരു കൂറ്റൻ യുദ്ധവിമാനം ശത്രുവിന്റെ റഡാർ സ്ക്രീനിൽ ഒരു ചെറിയ പക്ഷി പറക്കുന്നത് പോലെ പോലും കാണപ്പെടില്ല. ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഗുണം വിമാനത്തിന്റെ ആകൃതിയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നതാണ്. വലിയ വേഗതയിൽ പറക്കുന്ന റഷ്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വേഗത കുറയ്ക്കാതെ തന്നെ ഈ പ്ലാസ്മ കവചം ഉപയോഗിച്ച് അദൃശ്യരാകാം. അമേരിക്കൻ റഡാർ സംവിധാനങ്ങൾ എത്ര അത്യാധുനികമായാലും പ്ലാസ്മയെ ഭേദിക്കാൻ അവയ്ക്ക് കഴിയില്ലെന്ന് റഷ്യൻ പ്രതിരോധ വിദഗ്ധർ അവകാശപ്പെടുന്നു. റഷ്യയുടെ Su-57ലും വരാനിരിക്കുന്ന പുതിയ മിസൈലുകളിലും ഈ സാങ്കേതിക വിദ്യ പരീക്ഷിച്ച് കഴിഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. റഷ്യയുടെ ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഇറാന്റെ ഇലക്ട്രോണിക് വാർഫെയർ വൈദഗ്ധ്യം കൂടി ചേരുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ശത്രു അറിയാതെ അവന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് ബോംബിട്ട് മടങ്ങാൻ ഈ പ്ലാസ്മ പ്രഭാവം റഷ്യയെ വളരെയധികം സഹായിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ സ്റ്റെൽത്ത് മികവിനെ കുറിച്ച് വാചാലരാകുമ്പോഴും റഷ്യയും ഇറാനും ചേർന്ന് പണിയുന്നത് ആ അഹങ്കാരത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള കെണിയാണ്. ആകാശത്ത് 100 കിലോമീറ്ററുകൾക്ക് അപ്പുറം കണ്ണു നട്ടിരിക്കുന്ന ഈ വേട്ടക്കാർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏത് ഭീഷണിയെയും ചാരമാക്കുക.
വരും നാളുകളിൽ വ്യോമയുദ്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത് ഇത്തരം അദൃശ്യമായ കണ്ണുകളായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല.